ഓല, ഞാൻ അരുൺ തഥാഗത്. അങ്ങനെ ഒരു കുഞ്ഞു യാത്രികൻ. അങ്ങനെ എൻ്റെ ഗേൾ ഫ്രണ്ടും ഒത്തുള്ള യാത്ര 9 മാസം പൂർത്തിയാവുന്നു. ഇപ്പോൾ സ്പെയിനിലെ കത്തറസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നു. ഇപ്പോൾ ഓരോ 3 മാസം കൂടുമ്പോൾ യൂറോപ്പിന് പുറത്ത് പോകണം. അപ്പോൾ ആ ഓട്ടത്തിലാണ്. അപ്പോൾ എല്ലാവരും ഈ യൂറോപ്പിൽ വന്നേക്കണവർ, പഠിക്കാൻ വന്നവരൊക്കെ സ്ഥിരം പറയുന്നൊരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. യൂറോപ്പിൽ ആരോഗ്യ സംവിധാനം വളരെ മോശമാണ്. ഡോക്ടറെ കാണണമെങ്കിൽ 3 മാസം 6 മാസമൊക്കെ ബുക്ക് ചെയ്ത് കാത്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ അത് ഇവിടുത്തെ കുറ്റമായിട്ടല്ല എന്നെ കാണുന്നത്, അത് ഇവിടുത്തെ ഒരു ക്വാളിറ്റിയാണ്. കാരണം ഇവിടെ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും കാണുന്ന നല്ലൊരു പങ്കാൾക്കാരും പ്രായമായവരാണ്. 90 വയസ്സെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വാഭാവിക പ്രായമാണ്. ഓടിച്ചാടി നടക്കുന്നവരെ ധാരാളമായിട്ട് കാണാൻ പറ്റും. വളരെ ഉന്മേഷത്തോടെ നടക്കുന്നവർ. സിറ്റിയിലൊക്കെ ഇപ്പം നമ്മളെ മലയാളികൾ വന്ന് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇവിടെ ജോലി കിട്ടുന്നത് തന്നെ എന്തില്ല, കെയർ ഹോമിലാണ്. കാരണം ഇവർക്ക് തീരെ വയ്യാണ്ടാവുമ്പോൾ മാത്രമേ ഇവർ കെയർ ഹോമുകളിലേക്ക് പോവുള്ളൂ. എന്നേരം ശുശ്രൂഷിക്കാനാണ് നമുക്ക് ജോലി കിട്ടുന്നത്. MTech കഴിഞ്ഞവരും PhD കഴിഞ്ഞവരും അതാണ് ചെയ്യണത് തന്നെ. ഇവരുടെ ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇവരുടെ ആരോഗ്യം. നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരും ആശുപത്രികളാണെന്നുള്ളത്. അത് ആരോഗ്യത്തിനല്ല, അത് രോഗത്തിനാണ്. ആരോഗ്യമില്ലാത്തപ്പോഴാണ്. ആരോഗ്യത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരാണ് ഇവരുടെ ആരോഗ്യം സ്വയം സൂക്ഷിക്കുകയാണ്. ഇവരെല്ലായ്പ്പോഴും ധാരാളം നടക്കുന്നു. ഇതുപോലെ സൈക്ലിംഗ് ഒരുപാട് ചെയ്യുന്നു. ഇവിടുത്തെ നഗരങ്ങൾ ഇങ്ങനെ ശുദ്ധവായു നിറഞ്ഞ ഇടമാണ്. ഞാനെപ്പോഴും യൂറോപ്യൻസുമായിട്ട് സംസാരിക്കുമ്പോൾ പറയും, എൻ്റെ നാട്ടിലെ ഏറ്റവും നല്ല ഭക്ഷണമുള്ള സ്ഥലമാണ്, ഏറ്റവും നല്ല ഇതാണ്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ തമാശകളിൽ പലയിടത്തും പറയുകയും ചെയ്യും. ഈ വ്ളോഗർമാരുടെ പോലെ സോക്കോൾഡ്, ഞാനൊരു കോണ്ടൻറ് ക്രിയേറ്റർ അല്ലാത്തതുകൊണ്ട്, അങ്ങനെ കോണ്ടൻറ്റിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ലാത്തതുകൊണ്ട് എനിക്ക് നമ്മളുടെ സംസ്കാരത്തെ ഇവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാനെപ്പോഴും ഇന്ത്യയെ പറ്റി പറയാറുണ്ട്. ഇന്ത്യയുടെ ഇവർക്ക് പലർക്കും അറിയ പോലും ഇല്ല ഇന്ത്യയിൽ ഇത്രയും ഭാഷയുണ്ടെന്ന്. നമുക്ക് മലയാളിക്ക് തമിഴിനോട് സംസാരിക്കണമെങ്കിൽ പോലും പറ്റില്ല എന്നുള്ളതൊക്കെ ഒറ്റ യൂറോപ്യൻസിനും അറിയില്ല. അവർക്കതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ചുമ്മാ തമാശയോട്ടിൽ അപ്പോൾ ഇന്ത്യയെ പറ്റി പറയുന്ന കൂട്ടത്തിൽ ഞാൻ വന്നിട്ട് പറയും, ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണമുണ്ട്, നല്ല നാടാണെന്ന് പറയുമ്പോൾ അവർ ലാസ്റ്റ് ഞാൻ തോറ്റുപോകുന്ന 2 കാര്യത്തിലാണ്. പക്ഷേ ഞങ്ങൾക്ക് നല്ല ശുദ്ധവായുണ്ട്, ഞങ്ങൾക്ക് നല്ല വെള്ളമുണ്ട്, നിങ്ങൾക്കതുണ്ടോ എന്ന് ചോദിക്കും. അവിടെ എനിക്ക് ഒരു മറുപടിയും പറയാനില്ല. കാരണം ഇവിടെ എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പണി നടക്കുമ്പോഴായാലും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോഴായാലും മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവിടെ പണിയെടുക്കുന്നവരുടെ ആരോഗ്യത്തെയും അവരെയും ബാധിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഭയങ്കര നിർബന്ധമാണ്. അതുപോലെ ഇവിടെ പൊതുസ്ഥലങ്ങൾ ഏറ്റവും കൂടുതലായിരിക്കും. ഇവർ ധാരാളം നടക്കും. എല്ലാ ദിവസവും ഒരുപാട് വ്യായാമം ചെയ്യും. അതുകൊണ്ടാണ് യോഗ നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ആരും ചെയ്യണില്ല. പക്ഷേ ഇവിടെയൊക്കെ യോഗ വളരെ പ്രസിദ്ധമാണ്. യോഗയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മളെ നാട്ടിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വരുന്നവർക്ക് തന്നെ ജോലി കിട്ടുന്നത് എന്തായിട്ടാണ്? കെയർ ഹോമുകളിലാണ്. ഇവിടെ നമ്മൾ നടക്കുമ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം കാണും 90 വയസ്സായവരൊക്കെ വളരെ സ്വാഭാവികമായി ഓടിച്ചാടി നടക്കുന്നത്, സൈക്ലിങ് ചെയ്യുന്നവർ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോർട്ടുഗലിലുണ്ടായിരുന്ന എന്നെ റിസീവ് ചെയ്ത മോണിക്ക 80 വയസ്സായി, 79 വയസ്സായിട്ടും ഓടി നടക്കുന്ന അവരുടെ കസിൻ ഒറ്റയ്ക്ക് ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇറ്റലിയിൽ നിന്ന് വരുന്നു. ഇനി മോണിക്ക ഇപ്പോൾ സ്പെയിനിൽ. മോണിക്കയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പല രാജ്യങ്ങളിൽ വെച്ച് കണ്ടുമുട്ടിയേക്കുന്ന ആൾ. ഇന്ത്യയിൽ വെച്ച്, തായ്ലൻഡിൽ വെച്ച്, ഇന്ത്യയിൽ വെച്ച് പല പ്രാവശ്യം, പോർച്ചുഗലിൽ വെച്ച്, സ്പെയിനിൽ വെച്ചൊക്കെ കൂട്ടിമുട്ടിയാണ്. അപ്പോൾ ഇവരൊക്കെ സ്വന്തം ആരോഗ്യത്തിനകത്ത് അവർക്ക് അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ എല്ലായിടത്തും ബൈക്ക് പാത്തുകളുണ്ടാവും, സൈക്ലിങ് ചെയ്യും, തുറസായ സ്ഥലങ്ങൾ, എല്ലായിടത്തും മരങ്ങൾ, ശുദ്ധവായു, നല്ല വെള്ളം, നല്ല വ്യായാമം, ഇതൊക്കെ ചെയ്താണ് ഇവർ ആരോഗ്യം നിലനിർത്തുന്നത്. അല്ലാതെ ആശുപത്രിയിൽ പോയിട്ടല്ല ആരോഗ്യം നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് ആശുപത്രികൾ കുറവുള്ളത്. ഇവരാരും ഓടിപ്പോയി പാരസിറ്റമോളൊന്നും കഴിക്കുന്നവരല്ല. ഇവർക്ക് ആർക്കും രോഗങ്ങളുമില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുതിയ കാലത്തിൻ്റേതായിട്ടൊക്കെ വന്നതുണ്ടാകാമെങ്കിലും താരതമ്യേന വളരെ രോഗങ്ങൾ കുറവും. 95 വയസ്സെന്ന് പറഞ്ഞാൽ 90 വയസ്സ് വളരെ സ്വാഭാവികമാണ്. 90 വയസ്സിൽ ഓടിച്ചാടി കിടക്കുന്ന 80 മുകളിലുള്ളവരെയൊക്കെയാണ് ഇവിടെ നിറഞ്ഞു കാണുക. എല്ലാം ചെയ്തുകൊണ്ട് ഒരു സുഹൃത്ത് ഞങ്ങൾ ഞാൻ തായ്ലൻഡിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു അമേരിക്കൻ, പുള്ളി റിട്ടയേർഡ് അമേരിക്കൻ സ്കൂൾ വാനിൻ്റെ ഡ്രൈവറാണ്.
അദ്ദേഹം ഇങ്ങനെ വർഷങ്ങളായിട്ട് സൈക്കിളിൽ ലോകസഞ്ചാരം നടത്തുകയാണ്. അതുപോലെ ധാരാളം ആളുകളുണ്ട് ഇവിടെ. 70-80 എന്ന് പറഞ്ഞാൽ വളരെ സ്വാഭാവിക പ്രായമാണ്. അല്ലാതെ നമ്മളുടെ പോലെ മക്കളെയും കുറ്റം പറഞ്ഞ് മരുമക്കളെയും കുറ്റം പറഞ്ഞ് മുറിക്കകത്ത് കഥ കടച്ചിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ ഇതാണെങ്കിലും അവരിങ്ങനെ ഉള്ളത് കൊണ്ടാണ്, അവരാരോഗ്യത്തോടെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കെയർ ഹോമിലെങ്കിലും ജോലി കിട്ടണത്. അപ്പോൾ ആരോഗ്യ സംവിധാനമൊക്കെ നമ്മളൊന്ന് തിരുത്തി ചിന്തിക്കണം. നമ്മുടെ ഇവിടെ ഭക്ഷണം മേടിക്കാൻ ചെല്ലുമ്പോൾ റെസ്റ്റോറൻറ്റുകളിൽ കാലോറി എഴുതി വെച്ചിട്ടുണ്ടാവും, ABCD എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിൽ ഏതൊക്കെയാണെന്നുണ്ടാവും. ഇവിടെ എവിടെ ചെന്നാലും ഓർഗാനിക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷൻ ഉണ്ടാവും, ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സെക്ഷൻ ഉണ്ടാവും. വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടം സൂപ്പർ മാർക്കറ്റുകളിൽ പോകുമ്പോൾ വളരെ എളുപ്പമാണ്. ഒന്നും നമുക്ക് മനസ്സിലാവില്ല, പ്രൊഡക്റ്റിൻ്റെ പേരെഴുതിയേക്കണത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ എനിക്ക് ആ സെക്ഷൻ മനസ്സിലാവും. അതുകൊണ്ട് അത് നോക്കി നമുക്ക് കഴിക്കാൻ പറ്റും. അത് ഏത് ഭാഷയിലാണെങ്കിലും നമ്മളൊക്കെ ആ ഭാഷേനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ എവിടെ ചെന്നാലും ഇംഗ്ലീഷിൽ എഴുതും. ഇവിടെ സ്ലൊവേക്കിയ ചെന്നാൽ സ്ലൊവേനിയൻ ഭാഷയിലേ ഉണ്ടാവുകയുള്ളൂ. ഓരോ എഴുത്തും ചെക്ക് ഭാഷയിലേ ഉണ്ടാവുകയുള്ളൂ. ക്രൊയേഷ്യ ചെന്നാൽ ക്രൊയേഷ്യൻ ഭാഷയിൽ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. ഏതാണ്ട് എറണാകുളം ജില്ലയുടെ അത്രയും എന്നൊക്കെ പറയാവുന്നത്. ഓരോ രാജ്യത്തും ഓരോ ഭാഷയാണ്. ആ ഭാഷയിലാണ് അവിടുത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാവുക. പക്ഷേ എല്ലായിടത്തും കാലോറി എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സ്പെയിനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഇംഗ്ലീഷ് അറിയില്ല, ഒരാൾക്കും അറിയില്ല. പക്ഷേ എല്ലായിടത്തും റെസ്റ്റോറൻറ്റിൽ ചെന്നാലും അതിൻ്റെ സ്പെയിനിൽ കാലോറി എഴുതുന്നില്ല, മിക്ക രാജ്യങ്ങളിലും എഴുതുന്നുണ്ട്. കാലോറി എഴുതി വെച്ചിട്ടുണ്ടാവും, അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ABCD എന്ന് കാറ്റഗറൈസ് ചെയ്ത് ഓരോ പ്രൊഡക്റ്റും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആരോഗ്യമെന്നത് ആശുപത്രിയുടെ ഇതല്ല എന്നും, ആശുപത്രികളുടെ എണ്ണം കൂടുന്നതല്ല ആരോഗ്യമെന്നും, ആശുപത്രികളുടെ എണ്ണം കൂടുന്നത് അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണെന്നും ഒന്ന് തിരിച്ചറിയുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്നേഹം, സന്തോഷം.